അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആണ്, ഒരുപാട് ബോധേഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കരുത്. 1/3 ഭാഗമേ കഴിക്കാവൂ. 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം ഭക്ഷണം, ബാക്കി വായു. ഇങ്ങനെയുള്ള എല്ലാ കഥകളും ഹദീസും മുഖാന്തരം, ഇതൊന്നും ശാസ്ത്രത്തിൻ്റെ നിഗമനമല്ല. ഇതൊക്കെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ഉറങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ മഗ്‌രിബിന് മുമ്പോ അല്ലെങ്കിൽ ഇശക്ക് മുമ്പോ ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് കിടന്നുറങ്ങുക, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് എന്നിട്ട് പുലർച്ചെ എഴുന്നേൽക്കുക. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മോഡേൺ സയൻറ്റിസ്റ്റും മോഡേൺ സൈക്കോളജിയൊക്കെ പറയുന്നത്. അവരിപ്പം കണ്ടുപിടിക്കുന്നു. അള്ളാഹു അത് 20,000 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കപ്പെട്ടു. അതാണ് ഒരു വ്യത്യാസമെന്ന് മാത്രം. അവരിപ്പോൾ അത് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫുഡ് എത്ര കുറച്ചിട്ടും നമ്മൾ മെലിഞ്ഞോണ്, അല്ല ഭയങ്കരമായിട്ട് തടിക്കുന്നത്, തടി കുറയുന്നില്ല, ഒരു ചീർപ്പ്, ഒരു വണ്ണം വെക്കല. എൻ്റെ അനുഭവത്തിൽ തന്നെ 1-2 ആൾ എൻ്റെ സ്വന്തം റിലേറ്റീവിലുണ്ട്. അവരൊക്കെ സ്ഥിതി എന്ന് വെച്ചാൽ അവർ ഭക്ഷണമൊന്നും കഴിക്കൂല, ഒരുപാട് പണിയെടുത്ത് അങ്ങനെ നടക്കും. എന്നിട്ടിങ്ങനെ ഒരു ബലൂണ് വീർപ്പിച്ച പോലത്തെ ഒരു പ്രതീതിയാണ്. ഭക്ഷണം കഴിച്ച് തടിച്ചോലും ഭക്ഷണം കഴിക്കാതെ തടിച്ചോലും കണ്ട വ്യത്യാസം അറിയും. അതൊരു ബലൂണ് മാതിരിയാണ് ഉണ്ടാവുക, വല്ലാണ്ട് വീർത്തിരിക്കും, ഒരു ആരോഗ്യമില്ലാത്ത പോലെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്തൊക്കെ വല്ലാണ്ട് ഇഷ്ടമാണ് അല്ലേ? ഫുഡ് കൺട്രോൾ ചെയ്യണം, മെലിയണം എന്നൊക്കെ തോന്നും. പക്ഷേ എത്ര ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും കുറച്ചിട്ടും ഒന്നും മെലിയുന്നില്ല എന്നുള്ള വലിയൊരു മോസ്റ്റ് ഓഫ് പീപ്പിൾസിൻ്റെ പരാതികൾ ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. നാം ഇന്ന് വല്ലാത്തൊരു ലോകത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. ഖിയാമത്ത് നാളിൻ്റെ അലാമാത്തു സുഹ്റ ഞാൻ നിങ്ങൾക്ക് എടുത്തല്ലോ. അതിൽ തന്നെ പ്രത്യേകം പറഞ്ഞു, സമ്പത്തൊഴുകൽ, അറിവ് വർദ്ധിപ്പിക്കൽ, സോഷ്യൽ മീഡിയ അതിപ്രസരണം എല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചതാണ് ഒബീസിറ്റിയും. സത്യം തന്നെയല്ലേ? ഇന്ന് ഒബീസിറ്റി ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് കാട്ടിത്തരാൻ പറ്റും? എല്ലാവരും മൊത്തത്തിൽ തടിയന്മാർ. അതിൽ 1-2 ആൾ മെലിഞ്ഞു പോയാൽ അവർക്ക് നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല. ഇതെന്തോ ഒരു കോലാണിത്, ഇതെന്താണിത്, എൻ്റെ അമ്മ എനിക്ക് തിന്നാൻ തരത്തില്ലേ, എൻ്റെ പുതിയാപ്പിളിൻ്റെ അവിടെ ചോറ് വെക്കലില്ലേ എന്നൊക്കെ ചോദിച്ച് കമൻസ് വേറെയും കേൾക്കണം അല്ലേ? വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഭക്ഷണം കഴിച്ചിട്ട് മീറ്റർ റീഡിങ് നടക്കാത്തോലേ ഉള്ളൂ. എൻ്റെ അറിവിൽ വളരെ ചുരുക്കം ആളുകൾ. അവരെ മീറ്റർ ഓടൂല, അവരൊരുപാട് ഫുഡ് കഴിക്കും, പക്ഷെ അങ്ങനെ തന്നെ ഉണ്ടാകും. ഒരു മഹാഭാഗ്യമാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് റീഡിങ് നടക്കാത്തത്. നമ്മളതൊക്കെ തിന്നുന്നതിൻ്റെ മുമ്പേ അവിടെ വെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് വലിയ വിഷയമാണ്. ഇപ്പോൾ ഒബീസിറ്റി ഇല്ലാത്ത ഒരാളെയും തന്നെ നമുക്കിപ്പം കാണാൻ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇന്ന് ഒരുപാട് രോഗങ്ങൾക്ക് അടിമാണ്. ഇപ്പം എൻ്റെ ഉമ്മാണ് പ്രഷർ, ഷുഗർ, പിന്നെ മറ്റേ തൈറോയിഡ്, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ്, ഒരുപാട് ഗുളികകൾ അമ്മക്കൊക്കെ. അങ്ങനെ ഗുളികകൾക്ക് അടിമകൾ. അങ്ങനെ കഴിച്ച് പിന്നെ അവർക്ക് സ്ട്രോക്ക് വരും, അല്ലെങ്കിൽ പിന്നെ അൾഷിമേഴ്സ് വരും. അങ്ങനെ അതുകൊണ്ട് മക്കളിങ്ങനെ പെടാപ്പാട് പെടുകയാണ്. നമ്മളെ ഉമ്മമാരാണല്ലോ, നമുക്ക് സ്വർഗം വേണമല്ലോ എന്നും വിചാരിച്ചിട്ട് ഓരോരുത്തരും, ഞാനെന്നല്ല എല്ലാവരും, നമ്മൾ നോക്കുന്നില്ല കേട്ടോ, അല്ല എൻ്റെ അടുത്തല്ല കേട്ടോ, അതുകൊണ്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ പറയാം മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട്, ഓവർവ്യൂ എടുത്താലും എല്ലാ ഉപ്പമാരും. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പണിക്ക് വരുന്നവൾ പറഞ്ഞവളെ ഉപ്പൊക്കെ സുഖമില്ല, വടകരക്കാരത്തിയാണ്, ഒന്ന് പോയി നോക്കണ്ട, അനിയത്തി മാത്രമാണ് നോക്കുന്നത്, എനിക്ക് 2 ദിവസം ലീവ് വേണമെന്നറിയാം. അപ്പം അതുപോലെ മൊത്തത്തിൽ എല്ലാ ഭാഗവും ഓവർവ്യൂ നടത്തിയ ഒരുവിധം പാരൻസിൻ്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരും രോഗിയായി തുടങ്ങി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം, ബേസിക്കൽ റീസൺ ഇത് തന്നെയാണെന്നത് ഒബീസിറ്റിയും അതിൻ്റെ കൂടെ വരുന്ന ഷുഗർ, പ്രഷർ, അങ്ങനെ കണ്ട കാര്യങ്ങളെല്ലാം അല്ലേ? ചിലർ ഒരുപാട് ഭക്ഷണം കഴിക്കും, ജങ്ക് ഫുഡും മറ്റേതും മറിച്ചതൊക്കെ, യാതൊരു ലഗാനും ഇല്ലാണ്ട്. പക്ഷേ അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. എവിടെയാണ് ഈ വണ്ടി എത്തി നിൽക്കുകയെന്ന് അവർക്ക് തന്നെ അറിയില്ല, അങ്ങനെ പോകും. ചിലരാണെങ്കിൽ ഒരുപാട് കൺട്രോൾ ചെയ്യും, എന്നാലോട്ട് മെലിയില്ല. അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ആൾക്കാരുണ്ട് ഇപ്പം നമ്മളെ കൂട്ടത്തിൽ അല്ലേ? ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു റിസ്ക്കാണ്. തീരെ ഭക്ഷണം കഴിക്കാണ്ട് മെലിഞ്ഞു പോകുന്നു. എൻ്റെ അറിവിലൊരാളുടെ തീരെ ഫുഡ് കഴിക്കൂലേ, ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, പിന്നെ ഉച്ചക്കും കൂടെ ചപ്പാത്തിയാണ് കഴിക്കുക, ചീര കഴിക്കുക, അങ്ങനത്തെ തിരഞ്ഞെടുത്ത്. പക്ഷെ അവർക്ക് ഭയങ്കര ഒരു പ്രശ്നം വന്നിട്ട് ലക്ഷത്തിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിച്ചേരാണ് അവരെണീറ്റ് നടന്നത്. അപ്പം അത് രണ്ടും ഒരുപോലെ സിമിലർ സീരിയസ് ഉള്ള കാര്യമാണ്. ഫുഡ് അധികം കഴിക്കാണ്ടിരിക്കുന്നു. ഫുഡ് അത്യാവശ്യത്തിന് വേണം, അതിൽ യാതൊരു സംശയമില്ല.
പിന്നെ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഫാസ്റ്റ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. യൂട്യൂബ് നോക്കിയാൽ ഫുള്ള് മെത്തേഡ്സ് ആണ്. അതിൽ ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് തിരഞ്ഞെടുത്ത് ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഞാനത് സെലക്ട് ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ അതിന് റിവ്യൂസ് നൽകുകയും ഒരുപാട് നല്ല അഭിപ്രായം വന്നിട്ടുള്ളൊരു നല്ലൊരു പാറ്റേൺ ആണ്. അതായത് ഡയറ്റ് പ്ലാൻ അല്ല, ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. നമ്മളെ ഫുഡ് കൊണ്ട് സാധാരണ ഇപ്പോൾ കീറ്റോ പ്ലാനും മറ്റേതൊക്കെ ആണെങ്കിൽ ഡയറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. അതിന് ഡ്രൈ ഫ്രൂട്ട്സ് വേണം, ബദാം, അണ്ടി, പിസ്ത, പിന്നെ പാല്, ബട്ടർ, അല്ല പാല് പറ്റൂല, ബട്ടർ, ചീസ്, ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത്, ഭയങ്കര ഹെവി ആൻഡ് കോസ്റ്റ്ലി ഡയറ്റാണ്. പക്ഷെ ഇതാകുമ്പോൾ കോസ്റ്റ്ലി അല്ലേയും താനും വീട്ടമ്മമാർക്ക്, ഹൗസ് വൈഫിനൊക്കെ വളരെ ഈസിലി ആയിട്ട് ഈ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഡയറ്റാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ മതി. പക്ഷേ നമ്മൾ ഡയറ്റിലുമാണ്, നോമ്പും പിടിക്കുക ഡയറ്റിലാണ്, നമുക്ക് എവിടെയും പോകാം ഡയറ്റിലാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മെത്തേഡിക്കൽ ഡയറ്റാണിത്. ഇതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഞാൻ പറയാമെന്ന് വെച്ചാൽ കുറേ ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. ഇതിലൂടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ അല്ലാണ്ട് തടി കൂടി നമുക്ക് നടന്നുകൂടാ, കാലുവേദന, അത് ഇത് അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ വെയിറ്റ് കുറയും. ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. വെരിക്കോസ്, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കിട്ടും. നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നമുക്ക്. അതായത് വെയിൻസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഉള്ള ഫാറ്റ് കുറയുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറും കുറയും. പിന്നെ ബ്ലഡിലെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഡയറ്റാണിത്. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഓവർ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനാണ് നമ്മൾ അതിനായി മാത്രം ഈ ഡയറ്റിൽ ഏറ്റവും വലിയ പോസിറ്റീവാണ് ഓവർ വെയ്റ്റ് മെയിൻറ്റെയിൻ. പിന്നെ ഓവർ ഫാറ്റ്, ബോഡിയിൽ ഒരുപാട് ഫാറ്റ്, നമുക്കെല്ലാം ഉണ്ടാവില്ലേ ഫാറ്റ്. ഈ ഫാറ്റാണ് നമ്മളെ ശരീരത്തിൽ ടയർ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് രണ്ട് സൈഡിലും, സൈഡ് ബെല്ലിയായിട്ട് ഊരൻ്റെ രണ്ട് ഭാഗത്തും കണ്ടില്ലേ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ, അത് ഫാറ്റാണ്. പിന്നെ അണ്ടർ ആംസിൽ കൈയിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഫാറ്റാണ്. ഈ ഡയറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, ബോഡി ഇങ്ങനെ ലൂസാകുന്നു, ഷോൾഡർ ലൂസാകുന്നു, ഇങ്ങനെ തോന്നും ബോഡിയിൽ നിന്ന് അങ്ങനെ. പക്ഷെ നല്ല തടിയുള്ളവർക്കൊന്നും പെട്ടെന്നൊന്നും പുറത്തുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഡെലിവറിക്ക് ചാൻസ് കൂടും. അതായത് ഓവർ വെയ്റ്റ് ചിലർക്കെല്ലാം ഡെലിവറി വയറ്റിൽ പ്രഗ്നൻസി നടക്കാത്ത കേസുകളിലൊക്കെ വെയിറ്റ് കുറയുമ്പോൾ ഡെലിവറിക്ക് ചാൻസ് കൂടുതലാണ്. പിന്നെ ബോഡിയിലുള്ള ഡെഡ് സെൽസ് കുറേ റിമൂവ് ആവും. നമുക്കറിയാം നമ്മളെ ശരീരത്തിൽ സ്കിന്നിലും ബ്രെയിനിലും അവിടെ ഇവിടെയൊക്കെ സെല്ലുകളുണ്ട്. അപ്പോൾ ആ ചീത്ത സെല്ലുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് പകരം ന്യൂ സെല്ല് അതിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവും. ബോഡി മൊത്തത്തിലൊന്നൊരു ഒരു അഴിച്ചുപണി നടത്തും. മനസ്സിലായില്ലേ? ഈ ഡെഡ് സെൽസ് എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സെല്ലാണ് നമ്മളെ സ്കിന്ന് ചുളിയുകയും മുഖമൊക്കെ ഒരു വൃത്തികേടാവുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ബ്രെയിനിലും ബോഡിയിലും ഹാർട്ടിലും അങ്ങനെ ഉണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഡെഡൊക്കെ സെല്ലും റിമൂവ് ആയിട്ട് നല്ല പുതിയ സെല്ല് പകരം വരും. പിന്നെ വയറ് ചാട്ടം തടയും. ഒരുപാട് വയറ് ചാടി ചുരിദാറൊക്കെ ഇട്ടാൽ ഭയങ്കര വൃത്തികേടാണ്. ഇനിയിപ്പോൾ ആണുങ്ങളാണെങ്കിൽ പോലും വയറ് ചാട്ടം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കിതപ്പ് കുറയും. പ്രായത്തിൽ ചെറുപ്പം തോന്നിക്കും. അത് ഒരു നല്ലൊരു പോസിറ്റീവ് ഒരു റിപ്ലൈ ആണത് അല്ലേ. എന്ന് വെച്ചാൽ ഒരു 10-15 വയസ്സിൻ്റെ പ്രായം കുറവ് തോന്നിക്കും. പിന്നെ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു മടി, ക്ഷീണം, കിടത്തം അങ്ങനത്തെ ഒക്കെ അങ്ങ് കുറയും. കാരണം ഫാറ്റ് ബോഡിയിൽ നിന്ന് പോയി ഉരുകി പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു എനർജറ്റിക് ആയിട്ട് ബോഡിയൊക്കെ ഒന്ന് ലൂസായി നടിയൊക്കെ കുറഞ്ഞ് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു മൂഡ് വരും. പണി കഴിക്കുക, ഇതാക്കാന്നൊക്കെ. സ്വതവേ നമ്മളിങ്ങനെ അവിടെയും ഇവിടെയും വെറുതെ കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ മൂഡ് പോയിട്ട് നല്ലൊരു മൂഡ് കിട്ടും. പിന്നെ ബ്ലഡൊക്കെ പ്യൂരിഫൈഡ് ആവും. ബ്ലഡ് നല്ല സർക്കുലേഷൻ ആകുമ്പോൾ തന്നെ ബ്ലഡ് പ്യൂരിഫൈഡ് ആവും. പിന്നെ ഒരുപാട് ഓവർ ഫുഡ് കുറയുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഞരമ്പുണ്ടല്ലോ, ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വെയിൻസ് കാരണം അതൊരു തടിച്ചാക്കും മെലിഞ്ഞാക്കും. കുട്ടിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. എല്ലാം ഒരേ വലിപ്പമുള്ള വെയിനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പശുവിനെ അറുത്താലും കോഴിനെ അറുത്താലൊക്കെ അതിൻ്റെ ഉള്ളിൽ വെയിൻ കാണില്ല, ഞരമ്പ്. അതുപോലത്തെ ഞരമ്പ് കൂടാണ്
നമുക്ക് ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ആ പമ്പിങ് നടക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പില്ലാണ്ടിരിക്കണം. ഒരു തടിയനായ ഒരു മനുഷ്യൻ, ഒരു ഒബീസിറ്റി ഉള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ കൊഴുപ്പ് ഫുള്ള് സംഭരിക്കപ്പെടുന്നത് ഈ ഹാർട്ടിലേക്ക് പോകുന്ന വെയിൻ്റെ ഉള്ളിൽ. ആ വെയിൻ ആകെ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു അര സെൻറ്റിമീറ്ററോ 1/4 സെൻറ്റിമീറ്റർ അങ്ങനെ അത്രയേ ഉള്ളൂ, 2-3 മില്ലി സെൻറ്റിമീറ്റർ അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള ചാൻസ് കുറയ്ക്കും. അതായത് ബ്ലഡിൻ്റെ വെയിൻസിൻ്റെ ഉള്ളിലെ ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഫ്ലോ സുഖമായിട്ട് കിട്ടും. പിന്നെ ബ്രെയിൻ സെല്ല്, അതായത് ബ്രെയിനിൽ ഉണ്ടാകുന്ന സെല്ലുകളൊക്കെ, ന്യൂറോൺസൊക്കെ, പുതിയ പുതിയ സെല്ലുകളൊക്കെ വരുന്നതോടുകൂടി ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പിന്നെ എന്താണ് നമ്മളെ ആളുകളോടുള്ള പെരുമാറ്റ രീതിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറയില്ല ലേശത്തുമ്പിത്താണെന്നറിയില്ല. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരും. പിന്നെ കോൺസെൻട്രേഷൻ പവർ കൂടും. ഇപ്പോൾ ഖുർആനും ആൽമാരി കോൺസെൻട്രേഷൻ പവർ കൂടും. താക്കോലില്ല, കോൺസെൻട്രേഷൻ പവർ കൂടും. ബൽപ്പിൽ പവർ കൂടും. അതായത് അധികം ആളുകളും പറയല്ലോ നമ്മൾ പഠിക്കാൻ കഴിയുന്നില്ല, നമുക്ക് ആ മൂഡില്ല, നമുക്കൊരു ശ്രദ്ധക്കുറവ്, പഠിച്ചത് മറന്നു പോണ്. അതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ചില ആളുകൾ ഇപ്പം നമ്മളെ ഈ എന്താണ് അലക്സാണ്ടർ എന്തോ ഒരു ഡോക്ടർ അല്ല ഒരു പോലീസ് ഓഫീസർ ഇല്ലേ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന, അയാൾക്ക് എത്ര വയസ്സായെന്ന് അറിയാം, 70 കഴിഞ്ഞതാണ്. എത്ര PhD ഉള്ളതെന്ന് അറിയാം, ഡോക്ടറേറ്റ് 7 PhD ആയിട്ടുണ്ട്. PhD എന്ന് പറയാൻ ഒന്ന് തന്നെ എടുക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. PhD ആയിട്ടാൽ 7 എടുക്കണം ആ മനുഷ്യൻ, അത്രക്ക് വിവരം. അപ്പം ഇവരൊക്കെ ഇങ്ങനെ ബോഡി അതിൻ്റെ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലാണ്. ബുദ്ധിക്ക് വേണ്ടിയിട്ട് പിന്നെ അതുണ്ട് ബ്രെയിൻ ജിമ്മുണ്ട്. അതായത് ഇപ്പം നമ്മൾ ബോഡി ജിമ്മല്ല കേട്ടത്, ബ്രെയിൻ ജിമ്മ് വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനും. പിന്നെ ബോഡി ജിമ്മ് ചെയ്യണമെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം, അതിന് മെഷീനറി ഒക്കെ വേണം. ഈ ബ്രെയിൻ ജിമ്മിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ അത്രയും പ്രായമായിട്ട് പോലും അവർ പഠിച്ച കാര്യങ്ങൾ അറിയാം, വീണ്ടും ഇങ്ങനെ ഡോക്ടറേറ്റ് എടുക്കാനും. മറ്റേ 75 വയസ്സായ പെണ്ണുങ്ങൾ ഖുർആനും മുഴുവൻ ഫുള്ളാക്കിയെന്നറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബ്രെയിൻ സെല്ല് ന്യൂലി പുതിയത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. പഴയതൊക്കെ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബീസിറ്റി മെയിൻറ്റെയിൻ ചെയ്യൽ അത് പറഞ്ഞത് തന്നെ ടോട്ടലി ബോഡി ഫിറ്റ്നസ് ഫീലിംഗ് ചെയ്യും. അതായത് ബോഡിയിൽ മൊത്തം ഒരു ഫിറ്റ്നസ്, ബോഡി നല്ലൊരു എനിക്ക് നമുക്ക് തന്നെ തോന്നും നമ്മളെ ബോഡിയാണ്, നമ്മളെന്ത് പണ്ടത്തെ പോലെ അല്ല എൻ്റെ ബോഡി. ഫസ്റ്റ് ഓഫ് ഓൾ ക്ഷീണമൊക്കെ മാറി അതിലൊരു ഉന്മേഷം നമുക്ക് തന്നെ തോന്നും. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലർ പ്രശ്നം എന്താ വെച്ചാൽ ചിലർക്ക് ഹെഡേക്ക് വരും. കാരണം പിന്നെ എന്ന് പറയുന്നത് ഈ ഫുഡിൻ്റെ ഒരു മെത്തേഡ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്. ചിലർക്ക് പിന്നെ ഗ്യാസ് ഫോം ചെയ്യും, ഗ്യാസ്. പിന്നെ ചിലർക്ക് വിശപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ. നമ്മളൊരു മെൻറ്റാലിറ്റിയാണ്. നമ്മൾ ഫുഡ് ലേറ്റ് ആയല്ലോ, ഫുഡ് കഴിച്ചിട്ടില്ലാലോ, അല്ലെങ്കിൽ ഹെവിനെസ് ഇതുള്ളൂ. അതാ ഒരു മിനിറ്റ് ഒരു കെട്ടൂടെ പോവാൻ വേണ്ടി ഇത് കണം കൊടുക്കപ്പം കിട്ടിക്കില്ലേ. അപ്പൊ അത് കുറച്ച് സമയം ക്ലാസ്സിലല്ലേ. ഈ ഡയറ്റിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ മോസ്റ്റ് ഓഫ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു മെയിൻ ഡയറ്റ്. അതൊരു ഒരു ഫുഡ് മെത്തേഡാണ്. ഈ ഒരു ഹാബിറ്റ്, ഈ ഒരു ഡയറ്റ് മെത്തേഡ് ഒരുപാട് ആളുകൾ ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള, അതും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഏറ്റവും നല്ലൊരു ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇതിൻ്റെ പേര്. അതായത് കുറച്ച് സമയം ഫുഡ് കഴിക്കുക, ബാക്കി സമയം ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് മീൻസ് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിച്ചും കൊണ്ട് ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുക. അതായത് 16:8 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ വാട്ടർ അങ്ങനെ. അതല്ല 20 മണിക്കൂർ 4, അതൊക്കെ കുറച്ച് ഹെവിയാണ്. പക്ഷേ ഏറ്റവും എളുപ്പം ഒന്നൊക്കെ 14, 18 അല്ലെങ്കിൽ 14 മണിക്കൂർ ഫാസ്റ്റിംഗ്. ഇതൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ തുടക്കത്തിൽ പറ്റുക. കൂടി വന്നാൽ നമുക്ക് 18, 16, 20 മണിക്കൂർ വരെ ഫുഡില്ലാണ്ട് ഫാസ്റ്റിംഗ്
കണ്ടിന്യൂ ചെയ്യാം. അതിനൊക്കെ നമ്മളെ ബോഡി അങ്ങനെയൊക്കെ വഴങ്ങും. തുടക്കത്തിൽ അത്ര പറ്റൂല. തുടക്കത്തിൽ 14 തുടങ്ങിയാൽ മതി, പിന്നെ 20 വരെ പോകാം, അങ്ങനെയും പറ്റും. പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഫുൾ വാട്ടർ ഫാസ്റ്റിങ്, പിറ്റേന്ന് നോർമൽ ഫുഡ് കഴിക്കാം, സാധാരണ പോലെ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് വാരിക്കോരി കഴിക്കരുത്. നോർമലി നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് അതൊക്കെ കഴിക്കാം. ഇതിന് പിന്നെ 80% റിസൾട്ട് ഉണ്ട്, നല്ലതാണ്. വർക്കൗട്ട് ആവശ്യമില്ല, പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം, അതൊക്കെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്സ് ആണ്. മറ്റുള്ള എല്ലാ ഡയറ്റിങ്ങിനും വർക്കൗട്ട് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഫുഡിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ചപ്പാത്തിയെ പറ്റുള്ളൂ, ചോറ് പറ്റൂല, ഷുഗർ പറ്റൂല, അത് പറ്റത് ഷുഗർ കുറയ്ക്കണം. പിന്നെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഫാസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവും, വെയിറ്റ് പെട്ടെന്ന് താഴോട്ട് വരും. പക്ഷേ വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്ന ഹെവി എക്സസൈസൊക്കെ നമ്മളെ ബോഡിയും വയസ്സും ഏജും പിന്നെ രോഗങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ഒറ്റയടിക്ക് അത് പറയാൻ പറ്റൂല. ഓരോ രോഗികൾക്കും, ഓരോ വേദനക്കാർക്കും, ഓരോ വെയിറ്റുകാർക്കും, ഓരോ ഏജിന് പറ്റിയ എക്സസൈസ് ആയിരിക്കണം. അതുകൊണ്ട് അതതിനനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ കീറ്റോ ഡയറ്റ് പോലെ കോസ്റ്റ്ലി ഡ്രൈ ഫ്രൂട്ട്സ്, ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത്, ബട്ടർ, ചീസ്, ഇങ്ങനെ കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും ഇതിന് വേണ്ടതില്ല. സാധാരണ ഫുഡ് തന്നെ മതി. നമ്മളെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത്, വീട്ടമ്മയാണെങ്കിലും പിന്നെ ഹസ്ബൻഡാണെങ്കിലും ഒക്കെ ഇതൊന്ന് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഒരുപാട് അടുക്കളയിൽ എഫേർട്ട് എടുക്കുകയും ബുദ്ധിമുട്ടും, വീട്ടിലുള്ളവർക്ക് ഒരു ഫുഡ്, ഡയറ്റുകാർക്ക് വേറൊരു ഫുഡ് എന്നുള്ള ഒരു പ്രോബ്ലം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ 18 വയസ്സിൽ ചോടുള്ള കുട്ടികൾക്കും ഡയബറ്റീസ് പേഷ്യൻസിനും തൈറോയിഡ്, കിഡ്നി അങ്ങനത്തെ കണ്ട രോഗികളൊക്കെ ഒന്നും ഇത് പ്രിഫർ ചെയ്യുന്നില്ല, കാരണം അത് പ്രശ്നക്കാരായിരിക്കും. അതുപോലെ പ്രഗ്നൻസി ലേഡീസിനും പറ്റൂല, അതുപോലെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കും. അതർ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഒപ്പീനിയൻ സജഷനും വാങ്ങേണ്ടതാണ്. അല്ലാണ്ട് ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യേണ്ട. പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, നമുക്കറിയില്ലല്ലോ ഓരോരുത്തർക്ക് എന്തെല്ലാം. വലിയ ഇഷ്യൂസ്, ചെറുതാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ 12 മണിക്കൂർ ഫാസ്റ്റിങ്ങോ 12 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മളെ ബോഡിയിൽ നിന്ന് ഫാസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്ത് തുടങ്ങുക. ഫാറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക, ഫാറ്റ് ഒബ്സർവ് ചെയ്ത് തുടങ്ങുക. അതുവരെ പിടിച്ചു നിൽക്കും, ഫാറ്റ് ടച്ച് ചെയ്യാണ്ട് നിൽക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ രാത്രി 6 മണിക്ക് സന്ധ്യക്ക് പിന്നെ ഫാസ്റ്റിംഗ് തുടങ്ങുന്നു, ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് പിറ്റേന്ന് 6 മണി മുതൽ 8 മണിക്കാണ് പിന്നെ രണ്ടാമത് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് വിൻഡോ ഓപ്പൺ ആക്കുന്ന 8 മണി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് 14 മണിക്കൂർ ഫാസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ഈ 14 മണിക്കൂറിൽ നിങ്ങൾ വെയിങ് മെഷീൻ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 12 മണിക്കൂറിലും 13 മണിക്കൂറിലും ഒന്നും ഒട്ടും തന്നെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടാവില്ല. ഈ 14ലേക്ക് കടക്കുന്ന ആ മുഹൂർത്തത്തിൽ മാത്രമാണ് വെയിറ്റ് ഒന്ന് അനങ്ങുക. അപ്പം നമ്മളെ ബോഡിയിലെ ഫാറ്റ് 10-12 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫാറ്റ് തൊട്ട് കളിക്കൂല. ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിടത്തിൽ ഭയങ്കര സുരക്ഷിതമായിട്ട് ബാങ്കിൽ പൈസ ടോണം വെക്കും. ആ 12 കഴിഞ്ഞ് 14ലേക്ക് കടക്കുമ്പോൾ മെല്ലെ അനങ്ങുള്ളൂ. അങ്ങനെ പിന്നെ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. വെള്ളം കമ്പൽസറി ആണ്, അത് നോ കോംപ്രമൈസ് അറ്റോൾ. പിന്നെ ഫുഡ് മെത്തേഡ് എന്ന് പറയുന്നത്, പലരും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ട് മെലിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്, വെള്ളം കുടിക്കുന്നില്ല. അതും ഫാസ്റ്റിൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്ന ആ രീതിയിലായിരിക്കണം നമ്മളെ ഫാസ്റ്റ്. നമുക്ക് തോന്നിയ പോലെ ഫുഡ് കഴിച്ച് നമുക്ക് തോന്നിയ പോലെ വെള്ളം കുടിച്ചാലൊന്നും ബോഡി മെലിയുന്ന ഒരാളും പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ഈ വാട്ടർ ഫാസ്റ്റിംഗ് സമയത്ത് വേണമെങ്കിൽ വിത്തൗട്ട് ഷുഗർ ഉപയോഗിച്ച്, ഷുഗർ ഇല്ലാത്ത ബ്ലാക്ക് ടീ ഓർ ഗ്രീൻ ടീ ഓർ സാധാരണ ടീ ഒക്കെ കഴിക്കാം. ലൈമാണെങ്കിൽ ഉപ്പിട്ടിട്ട് ലൈം ജ്യൂസും കഴിക്കാം. അത് മാത്രമാണ് എലൗഡ്, വേറെ പ്രത്യേകിച്ചൊന്നും പറ്റുന്നതല്ല. പിന്നെ ജങ്ക് ഫുഡ്, ബിരിയാണി, പിന്നെ പിസ്സ, ഇങ്ങനെ പിസ്സ ഇതൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും പിറ്റേന്ന് 1/2 കിലോ എക്സ്ട്രാ തൂങ്ങും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി കഴിച്ചാൽ പ്രത്യേകിച്ച് 1/2 കിലോയിലധികം കൂടിയിരിക്കും. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് സമയത്ത് ഇതൊക്കെ മാക്സിമം പരമാവധി ഒഴിവാക്കി പഠിക്കുക, അതായിരിക്കും നന്നാവുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഇത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എക്സ്പേർട്സ് പറഞ്ഞതൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ എൻ്റെ ബോഡി വാച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. പിന്നെ മീൻ
ചിക്കന് അങ്ങനെ മട്ടൺ ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഫ്രൈ ചെയ്യാണ്ടിരിക്കുക. ഫ്രൈ ഒന്നുകൂടെ വെയിറ്റ് കൂട്ടാൻ എളുപ്പമായിരിക്കും ഫ്രൈഡ് ഫിഷും മറ്റൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇലക്കറികൾ, ഫ്രൂട്ട് സലാഡ്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ചെറുപയറൊക്കെ വെരി വെരി യൂസ്ഫുള്ളാണ്. കംപ്ലീറ്റ് വൈറ്റമിൻസ് ABCD വരെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെറുപയർ മുളപ്പിക്കേണ്ടതും അതിൻ്റെ ഗുണഫലങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം ഇൻഷാ അല്ലാ. പിന്നെ കുറച്ച് ഇപ്പോൾ ഒരുപാട് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളി. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫുഡ് കുറയ്ക്കാനേ പറ്റുന്നില്ല. പലരും പരാതി, എനിക്ക് ഫുഡ് കാണുമ്പോൾ ഒരുപാട് കഴിക്കണം, ഞാൻ കുറയ്ക്കാൻ തോന്നും, പക്ഷെ കുറയ്ക്കാൻ പറ്റുന്നില്ല. ബട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഈ വെള്ളത്തിൻ്റെ അതിപ്രസരണം കാരണം പിന്നെ ഫുഡിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സാധാരണ ഫുഡ് കാണുമ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് മോഡ് അങ്ങ് പോവും. കഴിക്കാണ്ടല്ലോ, തിന്നാലോ, അങ്ങനത്തെ ഒക്കെ ഒരു കുറച്ച് തിന്നാം എന്നുള്ള വരുമ്പോൾ ഈ വിശപ്പ് എന്ന് പറയുന്ന ഒരു മൂഡ്, ഫുഡ് കഴിക്കാന്നുള്ള 2 മൂഡുകളും നമ്മിൽ നിന്ന് അതങ്ങനെ ഗ്രാജ്വലി കുറഞ്ഞു പോകും. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. പിന്നെ എപ്പോഴും വയറ് വീർത്തൊരു ഫീലിംഗ് ഉണ്ടാവും. വയറ് ഫുള്ളായിരിക്കും, എംപ്റ്റി വയറേ ആയിരിക്കില്ല, വയറെപ്പോഴും ഫുഡായിരിക്കില്ല, നിറഞ്ഞൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഫുഡിനോടും വലിയ താല്പര്യം കാണില്ല. അതായത് 1 മാസത്തിനുള്ളിൽ 10 കിലോ വരെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഡയറ്റിങ്ങിലൂടെ കുറച്ചവരുണ്ട്. അതൊക്കെ ഡിറ്റർമിനേഷനും അവരെ പ്രായം, അവരെ വർക്കൗട്ടും ഒക്കെ കാരണമാണ് അത്രയും കൂടുതൽ കുറയ്ക്കുന്നത്. എന്നിരുന്നാലും മിനിമത്തിൽ 6 കൂളായിട്ട് കുറയ്ക്കാമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ നോ മെഡിസിൻ, നോ സൈഡ് എഫക്റ്റ് അല്ലേ. മറ്റുള്ളതിനൊക്കെ നോ കോസ്റ്റ്ലി ഫുഡ്, നോ സ്പെഷ്യൽ ഫുഡ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ്. കാരണം സാധനം ഒരുപാട് കോസ്റ്റ് കൊടുത്ത് ഫുഡൊന്നും വാങ്ങേണ്ടത് ആവശ്യമില്ല. പിന്നെ കോസ്റ്റ്ലി ഫുഡ് വേണ്ട. പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് ചെയ്തെന്ന് വെച്ചിട്ട് ബോഡിക്ക് ഒരു തരത്തിൽ എഫക്റ്റ് ചെയ്യുക, കാരണം മരുന്നും ഇല്ലല്ലോ, നോ മെഡിസിനും. അതൊക്കെ ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്. പിന്നെ വി ക്യാൻ ഈസിലി ഡിഡ് ഇറ്റ് ത്രൂ ദിസ് മെത്തേഡ്. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റൊരു പ്രയാസം ഉണ്ടാവില്ല. ബട്ട് എന്താ വേണ്ടിയ ഡിറ്റർമിനേഷൻ വേണം. മീൻസ് ദൃഢനിശ്ചയം, ഞാനിത് ചെയ്യും, ഞാൻ വെയിറ്റ് കുറക്കും, ഞാൻ ആകെ മാറും. എനിക്കിപ്പോൾ 60 വയസ്സാണെങ്കിൽ ഞാനൊരു 30 വയസ്സുകാരിനെ പോലെ ചുറുചുറുക്കുള്ളവളാകും എന്നൊരു ഡിറ്റർമിനേഷൻ ആർക്ക് വേണം? ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. എന്നിരുന്നാലല്ലാണ്ട് ഇത് സക്സസ് ആവുന്ന ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ സപ്പോസ് നമുക്കിപ്പോൾ 75 കിലോ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മളത് കുറച്ചില്ല, 75 തന്നെ നിൽക്കുക. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരു കല്യാണത്തിന് പോയി, അല്ല നമുക്കൊരു ദുബായ് ഒരു വിസിറ്റിങ് വന്ന്, അതല്ലേ നമ്മളെ വീട്ടിൽ കുറച്ച് ദുബായ്ക്കാരും മക്കളെല്ലാം കൂടെ വന്ന് എല്ലാ ദിവസവും സൽക്കാരും നമ്മളെ വീട്ടിൽ ഫുഡ്, കുട്ടികൾക്ക് പലതിനും പൂതി. ദുബായിൽ നിന്ന് വന്നവർക്ക് പലതിനും പല ഫുഡിനും പൂതിയാണ്. കടക്ക നിറച്ചത്, ബിരിയാണി, ചുട്ടിപ്പത്തിരി, അങ്ങനെ. അപ്പോൾ അവർ കഴിക്കുമ്പോൾ അമ്മ അല്ലേ തിന്നോളി, ലേശം അല്ലാന്നും തിന്നുമ്പത്തൊന്നും പ്രശ്നമാവില്ല, അമ്മ ഒരു കഷ്ണം ചട്ടിപ്പത്തിരി ഇല്ല, ഒരു ബിരിയാണി, അങ്ങനെ പറയും, മക്കൾ നിർബന്ധിക്കും. അതൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഈ 75 ആൾ അല്ലെങ്കിൽ 80-85 എത്തും. എന്നാൽ ഈ 75 ആൾ അവിടെ തന്നെ ഒന്ന് പിടിച്ച് ആ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് 70 ലോ പിടിച്ചു കഴിഞ്ഞാൽ കൂടിയാലും 75 ചോടേ വരുള്ളൂ. മനസ്സിലായില്ലേ? ഇത് 80 പുറത്ത് കടക്കൂല. മാത്രമല്ല മക്കൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വീണ്ടും നമ്മളെ പഴയ ഡയറ്റിലേക്ക് മടങ്ങിയിട്ട് നമുക്ക് വീണ്ടും ബോഡി വെയിറ്റ് കുറയ്ക്കാം. മാത്രമല്ല ബോഡി വെയിറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയും കുറയും. എന്നുവെച്ചാൽ ബോഡി വെയിറ്റിന് ഒരു സുഖമുണ്ട്. ഞാൻ ഏത് സ്റ്റാൻഡുമേലാണോ കയറിയത് അവിടെ നിന്ന് ജമ്മത്തും ഇങ്ങോട്ട് ഇറങ്ങില്ല. 85കാരാണ് 85 തന്നെ, 72 ആണെങ്കിൽ 72 തന്നെ ഇറങ്ങാൻ മതി. പക്ഷെ നമുക്കൊരു പെട്ടെന്ന് കയറും. അതാണ് ബോഡി വെയ്റ്റിൻ്റെ ടെൻഡൻസി. അപ്പം അതിനനുസരിച്ച് നമ്മളെ മൂഡ് ഓഫ് മാറ്റിയിട്ട് നമ്മളിത് കുറച്ചേ പറ്റൂ, ഞാൻ എന്തായാലും ഒരു യുവതിയാവും എന്നുള്ള വാശിയോട് കൂടി ചെയ്യണം. ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തീരെ ഫുഡ് കഴിക്കാത്തവരും ഓവർ ഫുഡ് കഴിക്കുന്നവരും രണ്ടും വളരെ അപകടകാരികളാണ്. കാരണം തീരെ ഫുഡ് കഴിക്കാഞ്ഞാലും പ്രശ്നം തന്നെയാണ്, ഓവർ ഫുഡും പ്രശ്നം തന്നെയാണ്. ഓവർ ഫുഡുകാർക്ക് പറ്റിയൊരു ഡയറ്റിങ് ഫോളോ മെത്തേഡാണിത്. ഒരു ഓവർ ഫുഡ് ടെൻഡൻസി കുറയും. ഫുഡ് കാണുമ്പോഴുള്ള അജലത്ത് കളിയുണ്ടല്ലോ, എങ്കിലൊക്കെ വാരി വലിച്ച് കഴിക്കാന്നുള്ള മൂടെ അപ്പാടെ പോയി കിട്ടും. അൽഹംദുലില്ലാഹ് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ 4 മണിക്കേ ഇത് സ്റ്റോപ്പ് ചെയ്ത് ഫാസ്റ്റിംഗ് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് രാവിലെ 8 മണിക്ക് തന്നെ
ഫുഡ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് പിന്നെ ഭയങ്കര കട്ടിയുള്ള ഫുഡുകളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമ്പോൾ കഴിക്കരുത്. അന്നേരം 1-2 ബദാം, ഒരു ഗ്ലാസ് വെള്ളം, അതല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ സാധാ ഫുഡ് കഴിക്കുക. പത്തിരിയോ ഇഡ്ഡലിയോ ദോശയോ പുട്ടൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ ആദ്യം കഴിക്കുന്ന ഫുഡ് ബോഡി വന്ന് തിരക്കിട്ട് പിന്നെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഫുഡ് അങ്ങനെ വാരി വലിച്ചം കൊണ്ടേക്കാളും പോലെ നല്ല ഫുഡാണെങ്കിൽ, ഹെവി വെയിറ്റ് ഫുഡൊക്കെ ആണെങ്കിൽ, അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും തിന്നൊന്നും തന്നെ ഒരു നാരങ്ങച്ചോള അങ്ങനത്തെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും, നാരങ്ങച്ചോള ആവണമെന്നില്ല, വെറുമ്പാറ്റിൽ അത് വലിയ നല്ലതൊന്നുമല്ല. അങ്ങനത്തെ ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറ്റു കഴിക്കാം. പിന്നെ രാത്രി ഫുഡ് തീരെ ലേറ്റായി പോകുന്നത് അഭികാമ്യമല്ല. രാത്രി മാക്സിമം 6 മണിക്കോ 4 മണിക്കോ ഒക്കെ ഫുഡ് നിർത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ടൊരു വെയിങ് മെഷീൻ ഉണ്ടായിരിക്കണം. കാരണം 700 മുതൽ 1500 രൂപ വരെയുള്ള ഡിജിറ്റൽ വെയിങ് മെഷീൻ വരെ കിട്ടാനുണ്ട്, അവൈലബിൾ ആണ്. നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു ക്ലിനിക്കിലോ ഒരു പ്രകൃതി ചികിത്സയിലോ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി കിടന്നാൽ നല്ല ബില്ല് വരും. ഇതാകെ 700 രൂപ മാത്രമല്ല നമ്മൾ മുടക്കുന്നുള്ളൂ. അത് നമുക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ്. നമ്മൾ കൂടിയോ കുറഞ്ഞോ ഈ ഡയറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പിന്നെ മെഷർമെൻറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ്. നമ്മളെ ബോഡിക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. വീട്ടിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വെക്കുക. ഒരു വെയിങ് മെഷീൻ വാങ്ങിക്കുക. പിന്നെ ഇടയ്ക്ക് വിരുന്ന് സൽക്കാരം, ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക്, കുട്ടികൾ ഇങ്ങോട്ട് വരുത്ത് കുട്ടികൾ അങ്ങോട്ട് പോക്ക്, ടൂറ്, അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. നമുക്ക് സാധാ ഫുഡൊക്കെ കഴിക്കാം. എന്നിട്ട് പിന്നെ ആ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ഫോളോ ചെയ്യാം. അതിനൊന്നും യാതൊരു പിന്നെ സയൻറ്റിഫിക്കലി നോ പ്രോബ്ലം. അതേസമയം കീറ്റോ ഡയറ്റ് ആണെങ്കിലൊന്നും അത് പറ്റൂല. അങ്ങനെ ഫാസ്റ്റിംഗ് ഡയറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. ഡോക്ടറെ സജഷനൊക്കെ വേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫാസ്റ്റിങ്ങിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ലഞ്ച് സാധാരണ പോലെ വീട്ടുകാരൊക്കെ കഴിക്കുന്ന പോലെ സെയിം ഫുഡ് കഴിക്കാം. ബട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കഴിക്കും പോലെ ഒരു ഫുള്ള് പ്ലേറ്റ് ചോറ് തിന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ഫുള്ള് പ്ലേറ്റ് അര പ്ലേറ്റ് ആക്കുമ്പോൾ അവർക്ക് ഭയങ്കര മാനസിക സംഘർഷവും വിഷമവും പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കോരി ചോറ് മാറ്റിയിട്ട് കഴിക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം കഴിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2 കോരി ചോറ് മാറ്റുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചോറിൻ്റെ പകുതി വെയിറ്റിൽ ഉപ്പേരിയോ ചെറുപയർ മുളപ്പിച്ചതോ സാലഡുകളോ എല്ലാ കറികൾ എന്തെങ്കിലും പച്ചക്കായൊക്കെ കറി വെക്കൂലേ, പച്ചക്കായും മത്തൻ അങ്ങനത്തെ കറികളോ അതൊക്കെ കഴിച്ചിട്ട് ഈ ചോറിൻ്റെ അളവ് വളരെ കുറച്ച് കൊണ്ടുവരിക. ഗ്രാജുവലി മതി. പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും ആരും ഒരു പ്ലേറ്റ് ചോറ് നിന്നാലോ ചോറ് നിന്നാലോ കുറയ്ക്കരുത്. ഒരു കാരണവശാലും ഒരു ഡയറ്റിലും അങ്ങനെ കുറയ്ക്കരുത്. ഒറ്റയടിക്ക് കുറയ്ക്കുമ്പോൾ അത് താങ്ങാനുള്ള ഒരു ത്രാണി നമ്മളെ മനസ്സിനും ഉണ്ടാവില്ല, നമ്മളെ ബോഡിക്കും ഉണ്ടാവില്ല. പെട്ടെന്ന് ബോഡി പ്രതികരിക്കും. ഓക്കെ. പിന്നെ വർക്കൗട്ട് ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. വർക്കൗട്ട് എന്ന് പറയുന്ന എക്സസൈസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഫാസ്റ്റസ്റ്റ് റിസൾട്ട് കിട്ടും. ബട്ട് പിന്നെ ഇറ്റ് ഈസ് വെരി ഗുഡാണ്. കലോറി ഒരുപാട് ബേൺ ചെയ്യും. ബട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഏജും ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കീറ്റോ ഡയറ്റ് ആണെങ്കിൽ വെരി എക്സ്പെൻസീവാണ്. മൂപ്പര താങ്ങൂല. ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര സാധനങ്ങളൊക്കെ വേണം. ഇതിലാണെങ്കിൽ ഒരുപാട് ഡയറ്റ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അല്ലേ. നോ കാർബൺ ഡയറ്റ്, ലോ കാർബ് ഡയറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഫുഡേ ഇല്ലാത്ത ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറച്ചിട്ടുള്ള ഡയറ്റ്, അങ്ങനെ ഒരുപാട് ഡയറ്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതും ഒരു വിഷമവും ഒരു പ്രയാസവും ഇല്ലാത്തതും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാവുന്നതും വെയിറ്റ് കുറയുന്നതും കമ്പൾസറി വെയിറ്റ് കുറയുമെന്ന് എല്ലാവരും എക്സ്പേർട്സൊക്കെ തെളിയിച്ചതാണ്, പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. നല്ലൊരു ഡയറ്റാണിത്. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ച ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡി മെലിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. നമ്മളെ ബ്രാക്ക് ഒന്ന് ലൂസായി വരും, പിന്നെ ഷോൾഡർ മെലിയും. അപ്പോൾ നമ്മളെ പിന്നെ മാക്സിയൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങും. അതുപോലെ പർദ്ദൊക്കെ ഇട്ടാൽ പർദ്ദൊക്കെ താഴെ വലിയും. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആദ്യത്തെ 2, 3, 4, 5 വെയിറ്റ് ലോസ് ഒന്നും കാണുന്നവർക്കൊന്നും അത്ര പിന്നെ
ശ്രദ്ധപ്പെട്ടോളണമെന്നില്ല, അവർക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അവരോട് ചോദിച്ചാൽ അവരറിയില്ലാലോ മനസ്സിലാവുന്നില്ലാലോ എന്ന് പറയും. പക്ഷേ 10 എത്തുമ്പോഴുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവുക. ഇനി 10 വെയിറ്റ് കുറയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പം ചോദിക്കാമല്ലോ എന്താണ് കോലം, ഇങ്ങനെ നീ കുറയ്ക്കേണ്ട കേട്ടോ, കുറച്ചിട്ട് ബോറിട്ടോ എന്നൊക്കെ പറയും. നിങ്ങൾ ആരും പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഒരു 75കാരി 65 വെയിറ്റിൽ നോർമലി നിൽക്കണമെന്ന് ആഗ്രഹിക്കാമെന്ന് വിചാരിച്ചോളൂ. ഒരു 75 കിലോ വെയിറ്റ് ഉള്ള ഒരുത്തിക്ക് 65 നോർമൽ അവൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവൾ 60 എത്തിച്ചിട്ടേ വെയിറ്റ് ലോസ് നിർത്താൻ പറ്റൂ. വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിച്ചാൽ 60 നിർത്തി കഴിഞ്ഞാൽ ഓളൊന്ന് കുറച്ചെടുക്ക, ഒരു ബിരിയാണി എടുക്കുക, ഒരു പിസയൊക്കെ കഴിച്ചാൽ ഒന്ന് വെയിറ്റ് കൂടിയും കുറഞ്ഞും കളിച്ചാലും 65 അങ്ങ് പെട്ടെന്ന് എത്തൂല. മനസ്സിലായില്ലേ? അപ്പം 65 നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വെയിറ്റ് 60 കൊണ്ടുവരണം. അതിൻ്റെയും ചോട വെച്ച് പിടിക്കണം. ഓക്കെ, എന്നിരുന്നാലേ നമ്മൾ ആ ചെയ്തതിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഡയറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ് തീർന്നിട്ടില്ലേ? അപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല, സുഖമായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്ത് നല്ല പണി തുടങ്ങിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ ലുഹാ നിസ്കാരമാവട്ടെ തഹജ്ജുദാവട്ടെ ഒക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ഇടങ്ങ. 2 ദിവസം കഴിഞ്ഞാൽ പറയും ഉറക്ക് തീരെ ശരിയാകുന്നില്ല കേട്ടോ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, ഇതൊക്കെ വലിയ നിസ്കാരക്കാരെടുത്തോട്ടെ, ഉറക്ക് മന്ദം, രാവിലെ പണി തീരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ബിലീസ് ഇടങ്ങാറൊക്കെ. അതുപോലെ തന്നെ ഈ നമ്മളെ ബോഡിയും ട്രാൻസ്ഫോം ചെയ്യാനൊന്നും ബിലീസ് സമ്മതിക്കില്ല. ബിലീസ് പലതും പറയും, പക്ഷെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, എന്തായാലും ചെയ്യന്നെ. പിന്നെ ഫസ്റ്റിൽ 2-3 കിലോ അങ്ങ് കുറയും. അങ്ങനെ കഴിച്ചാൽ ഫുഡൊക്കെ പിന്നെ കൺട്രോൾ ചെയ്ത് 6 മണിക്ക് നിർത്തി പിറ്റേന്ന് 8 മണിക്കോ 10 മണിക്കൊക്കെ തുടങ്ങി. 8 മണിക്ക് 10 മണിക്ക് 12 മണിക്കൊക്കെ തുടങ്ങും കേട്ടോ. അല്ല, ഭക്ഷണം തുടങ്ങും. അതുകൊണ്ടൊന്നും വിരോധമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ വല്ലാണ്ട് ഓവർ പിന്നെ ഹവേഴ്സ് എടുക്കണ്ട്, കുറച്ചെടുത്താൽ മതി. പിന്നെ ആകുമ്പോൾ കൂട്ടി പോകാം. അങ്ങനെ ആകുമ്പോൾ 2-3 കിലോ കുറയും. പിന്നെ കുറച്ച് അവിടെ നിന്നോ കിട്ടോ, വെയിറ്റ് അനങ്ങൂല. അപ്പം കളിയായിരിക്കുമോ ഇനി മെലിയില്ല, അങ്ങനല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ പിന്നെയും തുടരും. ഞാനൊരു നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു മോക്കൊരു പിയാപ്പിള എടുത്ത്, നല്ല പിയാപ്പിള, എന്തിനും മതിയായ പിയാപ്പിള, എല്ലാം സാധനം വാങ്ങിത്തരാനും നമ്മൾ അനിയത്തിൻ്റെ മക്കളെ കല്യാണത്തിന് വരെ എല്ലാം സഹകരിക്കാനും നന്നാക്കാനും കാറെടുത്ത് ടൂറും ബീച്ചൊന്നും പോയാൽ മുപ്പരവക എല്ലാം ഒന്നും പൈസ വാങ്ങൂല. അങ്ങനത്തെ നല്ലൊരു പിയാപ്പിള. ആ പിയാപ്പിളക്ക് അയാൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വെച്ചിട്ടോ വേറെ എവിടെയോ ഒരു പെണ്ണ് വന്ന് അയാൾ പിന്നെ അഫയർ വന്നു. അപ്പോൾ നമ്മൾ പ്രശ്നമാക്കും, അല്ല കുട്ടി പ്രശ്നമാക്കുമ്പോൾ നമ്മളെന്താ പറയുക, സാരമില്ല, പിയാപ്പിള നല്ലത്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് നല്ലൊരു കേസാട്ടോ, അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മളെങ്ങനെ ഹോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ഓള് ഹോൾഡ് ചെയ്തിട്ട് ഇവളെ ഒഴിവാക്കാൻ ശ്രമിക്കും. കാരണം ഇവൻ നല്ല വിത്താണ്, ഇവൻ നല്ല ചരക്കാണ്. ഇവനെ കൊണ്ട് മുന്നോട്ട് പോയാൽ ഓക്കും ലൈഫിൽ കുറേ ഗുണമുണ്ടാവും. പക്ഷെ മൂത്തോള് വാശിയോണ്ട് പറയുക വേണ്ട അല്ലേ. മൂത്തോക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓള് പറയാം ആദ്യത്തോളം എനിക്ക് വേണ്ട. അപ്പോൾ വീട്ടുകാരെന്താ പറയുക, ഞാൻ ഉറ്റേസായി ശരിയാവില്ല, വിദ്യാപ്പിള്ളേർക്ക് അങ്ങനത്തെ കാര്യമായ തയ്യാറൊന്നും ഇല്ലാലോ, ആ പെൺകുട്ടിയില്ല, അതേതോ താന്തോതി കുട്ടിയല്ല, നമുക്ക് അങ്ങനെ പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിപ്പിച്ചിട്ട് നമ്മളെന്താക്കും, അതങ്ങനെ നമ്മൾ ഒഴിവാക്കൂല, പെട്ടെന്ന് ഒഴിവാക്കില്ല. കാരണം അത്രയും നല്ലൊരു പുതിയാപ്പിള എന്നല്ല. അതുപോലെ നമ്മളെ ബോഡിയിൽ പിടിച്ച ഫാറ്റും ബിരിയാണി ചോറും കോഴിയും ഹോർലിക്സും അണ്ടിയും പദവും പിസ്തയൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാന്ന് നമ്മളെ ബോഡി സമ്മതിക്കൂല. ബോഡിക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല ഇതൊന്നും കളയാൻ. ബോഡി ഇങ്ങനെ പിടിച്ചേച്ച് കളിച്ചാൽ അതിനെ കുറച്ച് കഴിയുമ്പോൾ ഓരോ സൂക്കട് വരും. പിന്നെ നമുക്ക് അനങ്ങണ്ട, അവിടെ പോകണ്ട, ആദ്യം തന്നെ ബസ്സെന്താ ബസ് കയറാൻ കഴിയായ. മക്കൾക്ക് കാറുണ്ടെങ്കിൽ തള്ളമാർക്കൊന്നും ബസ് കയറാൻ പറ്റില്ല. മക്കൾക്ക് കാറ് വന്നു ഒരൊറ്റ തള്ളമാരും പിന്നെ ബസ് കയറില്ല, അവർ കാല് പൊന്തൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ കൊണ്ടെടുക്കലായി. അപ്പം പിന്നെ തീരെ പൊന്താണ്ട് പോയി. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ബോഡിയിലെ ഫാറ്റൊക്കെ പോയി കിട്ടുന്ന ഇബിലീസിനും ഇഷ്ടമുണ്ടാവില്ല, നമ്മളെ ബോഡിക്കും ഇഷ്ടമുണ്ടാവില്ല, അത് കുറയ്ക്കാൻ ആർക്കും താല്പര്യവും ഉണ്ടാവില്ല. അപ്പം നമുക്ക് തന്നെ ഒരു വാശിയാണ്, ഇത് കുറയ്ക്കണം, കുറച്ചിട്ട് തന്നെ കാര്യം, ഞാനൊന്ന് ചെറുപ്പമാവണം, എനിക്ക് തന്നെ തോന്നണം. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇഷ്ടമായ ക്ലാസ് കേൾക്കുന്നുണ്ടാകും, പക്ഷേ ഇവരൊന്നും നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഡയറ്റ് ഫോളോ ചെയ്യാനും ഒക്കെ നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കണം. ബി കെയർഫുൾ ടു കീപ്പ് ഇത് ശ്രദ്ധിച്ച് തന്നെ കൊണ്ട് നടക്കണം. പിന്നെ ഇതിൻ്റെ വലിയൊരു ഗുണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി എന്തെങ്കിലും പുരയിൽ ഇപ്പോൾ കുട്ടികൾ പറക്കാൻ വന്ന് അധികം ഉമ്മമാരുടെ അടുത്ത് മക്കളില്ലാത്തല്ലോ, അപ്പോൾ ഒരു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും, പ്രശ്നമില്ല, 2 ദിവസം ഒന്നും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് തുടങ്ങാം. അങ്ങനെ
പിന്നെ മനസ്സിനൊരു റിലാക്സേഷനാണ്. അതായത് എന്തും കഴിക്കാമല്ലോ. നെയ്ച്ചോറ് കണ്ടാൽ തിന്നാൻ പാടില്ല, ബിരിയാണി തിന്നാൻ പാടില്ല, അരിപ്പത്തിരി തിന്നാൻ പാടില്ല, ചോറ് നോക്കാൻ പാടില്ല, അതൊക്കെ കഴിക്കും. അതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേടി, അങ്ങനെ ചോറും നാണ്ട് ജീവിക്കുക എന്ന് വിചാരിക്കും അല്ലേ. അപ്പം ഇതിന് വലിയൊരു ചപ്പാത്തി തിന്നാൽ ഒരുപാട് ബെനിഫിഷ്യലാട്ടോ. ചപ്പാത്തി തിന്നാൻ വേണ്ടി ശ്രമിക്കുക. ചപ്പാത്തി തിന്നാൻ പറ്റാത്തവർക്ക് ഇനിയിപ്പോൾ ചോറ് തിന്നാലും വിരോധമില്ല. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ചോറിൽ കൂട്ടുന്ന കണ്ട കറികളും അതും ഇതും ഉപ്പേരിയും അങ്ങനത്തെ വർദ്ധിപ്പിക്കുക, ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. പിന്നെ ഫസ്റ്റ് മന്തിൽ 10 കുറഞ്ഞോലും ഉണ്ട്. അതിൻ്റെ കുറേ അധ്വാനം കുറഞ്ഞ, അതായത് എക്സസൈസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ 4 കുറഞ്ഞോലും ഉണ്ട്. പക്ഷേ പിന്നെ ഇങ്ങനെ കുറച്ച് ഒരു 3, 4, 5, 6 മാസം കൊണ്ട് യാതൊരു സംശയം വേണ്ട, എന്തായാലും കുറയുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട, കുറയും. നമ്മൾ ആ ദൃഢവിശ്വാസത്തോടു കൂടി തന്നെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് 3 കിലോ കുറഞ്ഞിട്ട് പിന്നെ ഒരു നിൽപ്പ് അവിടെ നിൽക്കും, സൂചി അനങ്ങൂലായി വന്നു. അപ്പം നിങ്ങൾ പേടിക്കേണ്ട, അതതിൻ്റെ ഒരു സ്റ്റേജാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ, അതായത് അത്രയും ഡയറ്റ് ഫാറ്റ് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി സമ്മതിക്കുന്നുണ്ടാവില്ല ഫാറ്റ് യൂസ് ചെയ്യാൻ, ബോഡി പിടിച്ചേക്കുന്നുണ്ടാവും. അപ്പോൾ ബോഡി നമ്മൾ വക വയ്ക്കാണ്ട്, പിന്നെ ഈ കുടിക്കുന്ന വെള്ളം ഇളംചൂട് വെള്ളമാണെങ്കിൽ അതിനേക്കാൾ ഗുണകരമാണ് കേട്ടോ, ഇളംചൂട് വെള്ളം കുടിക്കാൻ. പിന്നെ ഡിന്നറ് എല്ലാം ഫൈബറുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. അരിഭക്ഷണം അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. കുക്കുംബർ, ഫ്രൂട്ട്സ്, വെജ് ഐറ്റംസ് ഇതൊക്കെ അല്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നായിട്ട് ഇട്ടിട്ട് അതിൽ ലേശം ഉറുമാമ്പഴം മുറിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു സ്പൂണറ്റ മയോണൈസ് സോസ് ഇട്ട്, അതല്ലെങ്കിൽ ലേശം ഒലിവ് ഓയിൽ ഒഴിച്ച് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് മാറും, ഒരു ഇഷ്ടം വരും. വെറും ഫ്രൂട്ട്സ് കഴിക്കാനെങ്കിൽ നമുക്ക് മടിയാണല്ലേ, നമുക്ക് വെറും ഫ്രൂട്ട്സായിട്ട് കഴിക്കുമ്പോൾ ഒരു മടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എക്സസൈസ് ചെയ്താൽ കലോറി നന്നായിട്ട് പെട്ടെന്ന് ബേൺ ആവും. എക്സസൈസ് ചെയ്യാത്തവർക്ക് സ്ലോലി കുറയുള്ളൂ, ഒന്നും വിചാരിക്കരുത്. ഒറ്റെങ്കിൽ എക്സസൈസ് തന്നെ ചെയ്യാം. പിന്നെ ഇത് ഡയറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാലം ചൂടുകാലം. അത് ഞാൻ കഴിഞ്ഞ ജൂണിലായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ജൂണിൽ ഒരിക്കലും ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കൂലേ. കാരണം ജൂണിൽ നമ്മളെ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാലമാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ ബോഡിക്ക് പിന്നെ റിസ്ക് കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തരുന്നത്. ചൂടുകാലം ആരംഭിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഒരുപാട് വെള്ളവും കുടിക്കുക, വിത്തൗട്ട് ഷുഗർ ഇട്ട ജ്യൂസും കഴിക്കുക കേട്ടോ, ഷുഗർ ഇല്ലാത്ത ജ്യൂസുകളൊക്കെ കഴിക്കുക. പിന്നെ കക്കിരി, നാരങ്ങ, പിന്നെ നെല്ലിക്ക ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ഡ്രിങ്ക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തും കഴിക്കാം. കാരണം കക്കിരിയിലും ഒന്നും പിന്നെ ഫാറ്റും അങ്ങനത്തെ കണ്ടൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മളെ ബോഡി പിന്നെ ലൂസാകുന്ന കണ്ടൻസേ ഉള്ളൂ, മെൽറ്റ് ആകുന്നത്. അതുകൊണ്ട് കക്കിരി അലൗഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് പിന്നെ ഇത് ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ വാരി വലിച്ച് കഴിക്കരുത്. പിന്നെ നമുക്കെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, നോമ്പ് നോറ്റാൽ എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നില്ല അല്ലേ? നോമ്പ് നോറ്റാൽ വെയിറ്റ് കുറയുന്നില്ല, അത് വലിയൊരു ചോദ്യം, വലിയ തലക്കെട്ടുള്ള ഒരു ചോദ്യം. സംഗതി ശരിയാ. നോമ്പിന് എങ്ങനെ മക്കളെ നമ്മൾ വെയിറ്റ് കുറയുക? നമ്മളെന്താ നോമ്പിന് കുറക്കുന്നത്? ചട്ടിപ്പത്തിരി, മുട്ട മറിച്ചതോ, പത്തിരിയോ, കറിയോ, അത്താഴോ, അതോ ഇതോ എന്തൊക്കെ ഫുഡ് കഴിക്കാമോ അത്രയും ഫുഡ് നമ്മളെ മേശപ്പുറത്ത് നോമ്പിനുണ്ടാവും അല്ലേ? അത് 2, 3 ഗഡുക്കൾ കഴിക്കുന്നവരുണ്ട്, കഞ്ഞി കുടിക്കുന്നവരും അങ്ങനെ എല്ലാവരും. അപ്പോൾ നോമ്പിന് വെയിറ്റ് ലോസ് പ്ലാനിൽ നോമ്പ് ഉൾപ്പെടുത്താം. നോമ്പ് ഉൾപ്പെടുത്തിയിട്ട് മഗ്‌രിബിന് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ലോണം വെള്ളം കുടിച്ചു വെക്കുക. അപ്പോൾ കിടക്കാനാകുമ്പോഴത്തേനും ഒരുവിധം ഭക്ഷണമൊക്കെ ബേൺ ചെയ്ത് പോയിട്ടുണ്ടാവും, ഫാറ്റൊക്കെ ഒരുങ്ങി പോയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ പിന്നെ റിപ്പീറ്റ് നോമ്പ്, അതായത് അയ്യാമൽ നോമ്പൊക്കെ ആകുമ്പോൾ 3 ദിവസം പിടിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ സുബൈക്ക് ഇതുപോലെ വല്ലതും കഴിക്കുക. സുബൈക്ക് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. നോമ്പ് പിടിക്കണമെങ്കിൽ ആദ്യം എണീച്ച് കുറേ വെള്ളം കുടിക്കുക, എന്നിട്ട് ഇത്തിരി എന്തെങ്കിലും ഫുഡ് കഴിക്കുക, എന്നിട്ട് പിന്നെയും വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ആയാൽ ഫാസ്റ്റിങ്ങും വെയിറ്റ് കുറയ്ക്കും. മനസ്സിലായില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ റമദാനിൽ നോമ്പ് പിടിച്ചാലോ അല്ലാത്തപ്പോൾ പിടിച്ചാലോ നമ്മളൊന്നും കുറയ്ക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ? നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കും, അല്ലാണ്ട് കഴിക്കേണ്ട. നോമ്പ് തുറന്ന ആ സമയത്ത് തന്നെ നിസ്കാരത്തിന് മുമ്പായിട്ട് ഫുള്ളങ്ങ് കഴിച്ച് സ്റ്റോപ്പ് ചെയ്താണ്, പിന്നെ കുറേ അങ്ങ് വെള്ളം കുടിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ സോപ്പ് ഇടുന്നതിനനുസരിച്ച് ചേർന്നനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലേ? പാപം ഉള്ളോട്ട വിഷയനാണെങ്കിലും ഇവരങ്ങ് എടുത്തോളൂ, ആരോട് ചോദിക്കുകയും പറയുന്നില്ല അല്ലേ? അങ്ങനെ വെള്ളം അല്ല. ഞാനൊരുപാട് സോപ്പിട്ടില്ല, തുണി വൃത്തിയായില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എല്ലാവർക്കും അറിയാമല്ലേ, അതൊരു വെഡിത്താ പറയുന്നത്. വെറും സോപ്പ് പൊടി ഇട്ടാൽ തുണി വൃത്തിയാവില്ലല്ലോ. അതുപോലെ
നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, ബോഡി ക്ലീൻ ചെയ്യണമെങ്കിൽ, നമുക്ക് ചെറുപ്പം തോന്നണമെങ്കിൽ, ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മളെ ഉമ്മയും ബാപ്പയും ഇതുപോലെ മരുന്ന് കുടിച്ച് പല 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 അസുഖങ്ങളും ഇന്ന് ഏതാളെ ചോദിച്ചാലും പോലെ പാരൻസിനൊക്കെ അസുഖങ്ങളാണ്. ഇപ്പം ഈവൻ ഓരോ ഡോക്ടർമാർ പറയുന്ന അവരെ വാപ്പക്ക് പിന്നെ അൽഷിമേഴ്സ് ആണ്, അവരെ വാപ്പ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, ഇമ്മ വീൽ ചെയറിൽ. അപ്പം നമ്മളെ സൗദാബി ഡോക്ടർ അവർ മരിക്കുമ്പോൾ കുറേ കാലം പിന്നൊക്കെ വയസ്സ് കൂടിയിട്ടാണ് കേട്ടോ, ഒരുപാട് വയസ്സുണ്ട് അവർക്ക്. അങ്ങനെ ഡോക്ടർമാർ വരെ ഇങ്ങനത്തെ അവസ്ഥയില. അതേസമയം ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നടക്കുന്നുണ്ട്. പറയാൻ നല്ലൊരു ഉദാഹരണം വെച്ചാൽ ഞങ്ങൾ വീടിനടുത്ത് ഇലക്ട്രിസിറ്റി ക്വാർട്ടേഴ്സാണ്. അതൊരു 5-10 പിന്നെ ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക് വേണ്ടി 10 സെൻറ്റോ 12 സെൻറ്റ് സ്ഥലത്ത് നല്ല വീടാണ്. അത് അവർക്ക് ഉള്ളൊക്കെ എന്തും ചെയ്യാം, പുറമെ ഇലക്ട്രിസിറ്റി കൊടുത്തൊരു വീടാണ്. പക്ഷെ അതിലിപ്പോൾ യുവാക്കളെ പോലെ ഓടി നടക്കുന്ന 80 വയസ്സുകാരുണ്ട്. എന്താ സ്പീഡ് നടത്തത്തിന്. അയാളെ ഫുഡ് അങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ഫുഡാണ്. അപ്പോൾ ഫുഡിൽ തന്നെയാണ് നമ്മളെ കാര്യങ്ങൾ എടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസ് അതിൻ്റെ പേരിൽ മട്ടണും ചിക്കനും പിന്നെ മീനും എല്ലാം വാരി വലിച്ച് കഴിച്ച് അല്ലേ, നമുക്കത് രോഗം നമ്മളെ മറ്റുള്ള സമുദായത്തിന് അത്ര ഉണ്ടാവില്ല. വലിയ ഹോസ്പിറ്റൽ ബില്ല് വരുന്ന എല്ലാവിധം ഹോസ്പിറ്റലിലും മെയിൻ കാരണക്കാർ നമ്മൾ തന്നെ ആയിരിക്കും അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് പിടിച്ചിട്ട് മെലിയാത്തതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ. നോമ്പ് പിടിച്ചാൽ എന്ത് പണിയെടുക്കും, അന്നേരം ഒരു കാരക്കയും വെള്ളവും മാത്രം കുടിക്കും. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അസലായിട്ട് ഇരുന്ന് 10 എന്നിട്ട് അവിടെ കഴിഞ്ഞ് ചിലർ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് തോന്നുന്നു. ഞാനൊന്നും സുന്നത്തോമ്പ് പിടിച്ചാൽ രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണേ ഇല്ല, നോമ്പ് തുറക്കൽ മാത്രം, അതോടെ നിർത്തും. അപ്പോൾ മനസ്സ് സെറ്റാക്കി വെക്കും, ഇതാണ് എൻ്റെ ഭക്ഷണം, ഇന്നത്തെ ഉച്ചകത്തെ രാത്രിയിലത്തെ എല്ലാ ഭക്ഷണവും ഇതോടെ കഴിഞ്ഞു. മനസ്സ് സെറ്റാക്കുന്നതുകൊണ്ട് ഫുഡ് വയറ് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവരും പിന്നെ എക്സസൈസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ അവരെന്താക്കണം വെച്ചാൽ പിന്നെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം പിന്നെ 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൂടുതൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് ബേൺ ചെയ്ത് തീരുകയുള്ളൂ. അതല്ലാത്ത എക്സസൈസുകളൊക്കെ വെറുതെ ആണെന്നാണ് പറയുന്നത്. 30 മിനിറ്റ് കഴിയുമ്പോഴേ ഉള്ളും പോലെ മുപ്പര് എടുക്കുക നമ്മളെ ബോഡിയിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ല, ഫാറ്റ് എടുക്കാൻ ഭയങ്കര പണിയായി. പൈസക്കാരൻ പിയാപ്പിളിനെ വിടാൻ വീട്ടുകാർ സമ്മതിക്കാത്ത പോലെ ഫാറ്റ് ബോഡിയിൽ നിന്ന് എടുക്കാൻ ബോഡി സമ്മതിക്കൂല. അതങ്ങനെ അവിടെ പിടിച്ച് വെക്കും. അപ്പം നമ്മൾ ബോഡിക്കെതിരെ പ്രതികരിച്ച് റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവരണല്ലേ. വനഹന്നഫ്സ അനിൽ ഹവ ഫൈനൽ ജന്നത്ത ഹിയൽ മവ. ആര് ദേഹേച്ഛയെ തടയുന്നുവോ അവന് സ്വർഗമുണ്ട്. കാരണം ദേഹേച്ഛയെ തടഞ്ഞെങ്കിലേ തജസ്കരിക്കാൻ പറ്റുള്ളൂ, ദേഹേച്ഛയെ തടഞ്ഞെങ്കിലേ നോമ്പടിക്കാൻ പറ്റുള്ളൂ, ദേഹേച്ഛയെ തടഞ്ഞെങ്കിലേ ലുഹസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ലൊഹറിന് മുമ്പ് 4 സ്കരിക്കണമെങ്കിൽ അവിടെയും ദേഹേച്ഛയെ തടയണം അല്ലേ. പെട്ടെന്ന് ചോട്ടാ പണിയെടുത്തെങ്ങനോ കുളിച്ച് അല്ലേ 12 റക്കാത്ത് ലൊഹറിന് സ്കരിക്കണമെങ്കിലൊക്കെ കുറേ ദേഹേച്ഛനെ തടയണം. അതുപോലെ കുട്ടികളൊക്കെ പലതും പറഞ്ഞ് വരും, ഭർത്താവ് വരും. അപ്പം നമ്മൾ ദേഷ്യം പിടിക്കാണ്ടെന്നെങ്കിൽ നമുക്കെന്ത് സബറിന് കൂലി കിട്ടുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ബോഡിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഷുഗറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷുഗർ കണ്ടൻറ്റ് മിഠായികൾ, കേക്ക്, ഐസ്ക്രീം ഈ സമയത്ത് കഴിക്കാതിരിക്കുക. മാത്രമല്ല വീട്ടിൽ ഇതൊക്കെ ഇട്ടിരിക്കുന്ന ബോട്ടിൽ മറച്ച് വെക്കുക. ഈ ഡയറ്റ് എടുക്കുന്ന വ്യക്തി, ഞാനാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ കുറച്ച് അടക്കം ചെറുപ്പത്തിലേ ശീല. തേങ്ങ വരണ്ട തേങ്ങ വരെ ഞാൻ എടുത്തെത്തുന്നു, അങ്ങനത്തെ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പിന്നെ സമയത്ത് ഇങ്ങനത്തെ ഫുഡുകൾ കേക്ക് പിന്നെ ഷുഗർ കണ്ടന്റ് ഉള്ള മിഠായിയോ അങ്ങനെ എന്ത് സാധനം മറച്ച് വെക്കുക. കാണാത്തടുത്ത് വെച്ചാൽ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. ബിരിയാണിയും ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കൻ പ്രത്യേകം പറഞ്ഞ് അല്ലേ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 70-75 ആൾ 65 വന്ന് നിന്ന് 65 കുറച്ച് ദിവസം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അയാൾ 65 കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വീണ്ടും കഴിക്കാം, പ്രശ്നമില്ല, നോ പ്രോബ്ലം അല്ലേ. 65 വന്ന് കുറച്ച് ദിവസം 65 ആ വെയിറ്റ് അതായത് സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഒരു ദിവസം പുറത്ത് പോയി പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടോ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടോ ഒന്നും പ്രശ്നമില്ല. നമുക്ക് അതുപോലെ ഡയറ്റ് ഒന്ന് ചെയ്താൽ മതി. പിറ്റേന്ന് കുറേ സമയം ഫുഡ് കഴിക്കാണ്ടിരിക്കുക, കുറേ വെള്ളം കുടിക്കാം അല്ലേ. പിന്നെ മഴക്കാലത്ത് നമ്മളെ വയറിന് ഭയങ്കര വിശപ്പായിരിക്കും, ദാഹം ഉണ്ടാവില്ല. മഴക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയമാണ്, ബോഡിയൊക്കെ ഡെവലപ്പ് ആക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു ആയുർവേദ ഡോക്ടർക്ക് കാലിന് കാണിക്കാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ നാട്ടുവേല സമയത്ത് ബോഡിയിൽ അരി വറുത്തതോ അങ്ങനത്തെ എന്തെല്ലാം ഉലുവ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഈ തടിച്ച നമ്മൾ അതൊക്കെ തിന്നാൽ പിന്നെയും തടിക്കൂല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തടിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സമയത്ത് കഴിക്കുന്ന ഫുഡ് നമ്മളെ ബോഡിയിൽ പലതും നഷ്ടപ്പെട്ടത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആട്ടുംകാല് സൂപ്പ് വെച്ച് കുടിക്കുക, പിന്നെ കർക്കിടക കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
അതൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് മിസ്സായിട്ടുള്ള പോഷകങ്ങൾ തിരിച്ച് വെക്കാനാണ്. അതല്ലാണ്ട് അത് ആ സമയത്ത് ബോഡി നോക്കുന്നതുകൊണ്ട് നമ്മൾ എന്താവില്ല, പിന്നെ വണ്ണം വെക്കൂല. വണ്ണം വെക്കുന്ന വിചാരിച്ചാണല്ലോ ഒന്നും കഴിക്കാത്തത്. അങ്ങനെ അതുകൊണ്ട് കഴിച്ചോളാം ഡോക്ടർ പറയാം. ആയുർവേദ വിധിപ്രകാരം അങ്ങനെ അവർ പറയുന്നത് മാസത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ തന്നെങ്കിലും കുഴമ്പിട്ട് കുളിക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പം നമ്മൾ സ്കൂട്ടർ, കാറ്, എന്ത് സാധനം വാങ്ങിയാലും, ഈവൻ വാതിൽ, പിന്നെ മെഷീൻ, തുന്നുന്ന മെഷീൻ വാങ്ങിയാൽ വരെ അതിന് അയച്ചക്ക് എന്ന് പറയും പോലെ ഓയിലിട്ട് കൊടുക്കണമല്ലോ. ഓയിലിട്ടിട്ട് അതിന് ലൂബ്രിക്കൻ്റ് ഇട്ട് കൊടുത്തിട്ട് അത് ലൂസാക്കി എടുക്കണമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും എല്ലിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ, അതായത് അതിൻ്റെ മട്ടം പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ലൂബ്രിക്കൻസിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനൊരു വലിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ 4-5 മാസം ഈ ഡയറ്റിന് പറ്റിയ മാസമാണ്. നമുക്ക് മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് സമയം ഓൾറെഡി മഴക്കാലത്ത് നമുക്ക് സാധാരണഗതിയിൽ കൂടുതൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയം. അപ്പോൾ ഈ 3 ലിറ്റർ വെള്ളത്തിൻ്റെ യൂറിനും കൂടെ ആകുമ്പോൾ രണ്ടും കൂടെ താങ്ങൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മഴക്കാലത്ത് വിശപ്പും കൂടുതലായിരിക്കും. ഇപ്പം നമുക്ക് വിശപ്പ് കുറവാണല്ലോ. വേനൽക്കാലത്ത് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. എന്നോട് പോകുമ്പോൾ ബോട്ടിൽ വെള്ളം കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ ഓഡിയോ ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കും.